ഹലോ ഫ്രണ്ട്സ്, MA വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഒരു വിഭവമാണ് മത്സ്യം. മത്സ്യം പല നാട്ടിലും പല രീതിയിലും വെക്കാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ വെക്കുന്ന ഒരു മത്സ്യക്കറിയാണ്. അത് തേങ്ങ അരച്ചിട്ടാണ് മത്സ്യം വെക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ എൻ്റെ വീഡിയോ ആണിത്. ഞാനിവിടെ എടുത്തത് നല്ല കഴുകി വൃത്തിയാക്കിയ 1 കിലോ മത്തി അഥവാ ചാളയാണ്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും ഇട്ടിട്ട് നല്ല രീതിയിൽ പിടിപ്പിച്ച് വെക്കുക മസാല. ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ട് നല്ലപോലെ മസാല പിടിപ്പിച്ച് വെക്കുക. മീൻകറി വെക്കുമ്പോൾ അതിന് നല്ലപോലെ മസാല പിടിക്കുക തന്നെ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ശേഷം അതിലേക്ക് ചേർക്കേണ്ട 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നടുവേ കീറിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. തക്കാളിയും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളകും ഇതുപോലെ നടുവേ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം, ഇഞ്ചി ചെറിയ പേരിന് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ചെറിയൊരു കഷ്ണമാണ് ഇഞ്ചി എടുക്കുന്നത്. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കഷ്ണങ്ങളായി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർക്കും, പറങ്കിപ്പൊടി. ഈ പറങ്കിപ്പൊടി അഥവാ മുളക് പൊടി, ചില നാട്ടിൽ പറങ്കിപ്പൊടി പറയും, ചില നാട്ടിൽ മുളക് പൊടി പറയും. നമ്മൾ പറങ്കിപ്പൊടി എന്നാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കഷ്ണങ്ങളാക്കാതെ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, വെളുത്തുള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മസാല പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇപ്പം തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഇതിൻ്റെ അത് പറങ്കിപ്പൊടി മുളക് പൊടിയെല്ലാം ചേർത്ത് മസാലയാക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ പുളിക്ക് വേണ്ടിയിട്ട് പുളിവെള്ളം ആണ്. ഈ പുളിവെള്ളം വാളം പുളീൻ്റെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില ആൾക്കാർ വാളംപുളി യൂസ് ചെയ്യും, ചില ആൾക്കാർ കുടംപുളി യൂസ് ചെയ്യും. നമ്മൾ മലബാറുകാർ കൂടുതലും വാളംപുളി തന്നെയാണ് ഇതിൻ്റെ അകത്ത് മീൻകറിക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മസാല പിടിപ്പിച്ച മത്തിയും പിന്നെ അതിലേക്ക് ചേർക്കാൻ വെച്ച തക്കാളിൻ്റെ മസാലയും നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അരച്ച് ചേർക്കണം. അതിനുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരകി ഒരു മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയും ജീരകവും കൂടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നത്. തേങ്ങ ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം, അഥവാ കറി ലീഫ്. അതിനു വേണ്ടി മുറ്റത്തേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ പറിച്ചെടുത്തും. ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച തക്കാളീൻ്റെ മസാലയിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ടും. അങ്ങനെ ഇതൊക്കെ ആയ ശേഷം നമുക്ക് ഇതിനെ അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിൽ ആദ്യം കുറച്ച് ലോ ഫ്ലെയിമിലും പിന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിലും ആക്കി മാറ്റി വെച്ചാൽ മതി. അങ്ങനെ ഈ മസാല ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തക്കാളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് അതിൻ്റെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു ശേഷം ഈ മസാലയിലേക്കാണ് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിക്കുന്നത്. തേങ്ങ ഒഴിച്ചിട്ട് നമ്മൾ അധികം പതക്കാൻ നിൽക്കുക. അത്യാവശ്യം പത വരുമ്പം തന്നെ നമുക്കതിലേക്ക് മീൻ ആഡ് ചെയ്യണം. തേങ്ങ ഇട്ട ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച ശേഷം മത്തിക്കറിക്ക് വേണ്ടുന്ന ആ ഗ്രേവി നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മളിനി റെഡിയാക്കി വെച്ച മത്തി ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഓരോ മത്തികളായിട്ട് എടുത്തിടുന്നു. ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. ഈ മത്തി വേവുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു തിള അത്ര മതി. ഇനി നമ്മളിതിൻ്റെ ഫൈനൽ ടച്ചപ്പിലേക്ക് പോവുകയെന്ന്, അതായത് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് വറുത്തിടാൻ വേണ്ടി ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒരു പാനിലേക്ക് മാറ്റുക. ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് വെച്ച് ഒന്ന് നല്ല രീതിയിൽ ആ ചെറിയ ഉള്ളിയും എണ്ണയും കൂടി തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീൻ കറിയിലേക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ
ബഹുകേമം. നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് സ്റ്റൈലാണിത്. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒന്ന് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അങ്ങനെ നമുക്ക് മീൻ കറിയും കൂട്ടി ചോറുണ്ണാം. ബൈ ബൈ. പുതിയൊരു വീഡിയോ കാണാൻ വരെ വണക്കം.